നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ കുടിയേറ്റ നയ പരിഷ്കരണം. ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ട്രംപ് മാതൃകയിൽ വിസ നിരോധനം ഏർപ്പെടുത്തും. മുന്നറിയിപ്പുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. യുകെയിൽ സർക്കാർ ആനുകൂല്യം കൈപ്പറ്റുന്നത് കൂടുതലും വിദേശികൾ. യൂണിവേഴ്സൽ ക്രെഡിറ്റ് കൈപ്പറ്റുന്നത് 13 ലക്ഷം പേർ. അമേരിക്കൻ ഷട്ട്ഡൌൺ. വിമാന ഗതാഗത നിയന്ത്രണങ്ങൾ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പിൻവലിച്ചു. ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചുള്ള രഹസ്യ ഫയലുകൾ പുറത്തുവിടൽ. വോട്ടെടുപ്പിൽ പിന്തുണ തേടി ട്രംപ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അറസ്റ്റ്. യുകെയുടെ പല ഭാഗങ്ങളിലും പ്രതിഷേധമുയരുന്നു. യുകെയിലെ സ്കൂളുകളിൽ മൊബൈലുകൾക്ക് നിരോധനം. അമിത്ഷായെ മലയാളം പഠിപ്പിച്ച് ജോൺ ബ്രിട്ടാസ് എംപിക്ക് വ്യക്തമായ മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യം നൽകിയത് പത്മകുമാർ. ടി.പി. കേസ് പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെതിരെ കെ രമ സുപ്രീം കോടതിയിലേക്ക്. വാർത്തകൾ വിശദമായി. യുകെയിൽ കുടിയേറ്റ നയ പരിഷ്കരണത്തിന്റെ ഭാഗമായി ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ട്രംപ് മാതൃകയിൽ വിസ നിരോധനം ഏർപ്പെടുത്തുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് മുന്നറിയിപ്പ് നൽകി. അങ്കോള, നമീബിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവിടങ്ങളിലെ ജനങ്ങളെ യുകെയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കുമെന്നും അതായതെടുത്ത് ഭരണകൂടങ്ങളെ അറിയിച്ചതായി മഹ്മൂദ് വ്യക്തമാക്കി. യുകെയിൽ നിന്നും തിരികെ അയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ ഈ നിരോധനം നടപ്പാക്കുമെന്നും അവർ അറിയിച്ചിരിക്കുന്നത്. ചെറുയാനങ്ങൾ വഴിയും മറ്റുമായി അനധികൃതമായി ബ്രിട്ടനിലേക്ക് എത്തുന്ന അഭയാർത്ഥികൾക്ക് 20 വർഷം കാത്തിരുന്നാൽ മാത്രമേ സ്ഥിരതാമസത്തിനുള്ള അർഹത നേടൂ എന്നതടക്കമുള്ള നിരവധി പരിഷ്കാരങ്ങളാണ് കുടിയേറ്റ നയത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അഭയാർത്ഥികളായി എത്തുന്നവർക്ക് നിർബന്ധിത വേതനരഹിത സേവനവും അനുഷ്ഠിക്കേണ്ടതായി വരും. ബ്രിട്ടീഷ് സമൂഹത്തിന് ഏതെങ്കിലും സംഭാവനകൾ നൽകാൻ കഴിവുള്ളവർക്ക് മാത്രമേ സ്ഥിരതാമസത്തിനുള്ള അനുമതി നൽകുകയുള്ളൂ എന്ന് മഹ്മൂദ് പറഞ്ഞു. ഏതായാലും ഇതിനെതിരെ നിരവധി സാമൂഹ്യ സന്നദ്ധ സംഘടനകളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നിർബന്ധിത സേവനം എന്നത് പാവപ്പെട്ട അഭയാർത്ഥികൾക്ക് ചൂഷണ വിധേയരാക്കാൻ ഒരു കാരണമായേക്കാം എന്ന് 300ഓളം സംഘടനകൾ ഒരുമിച്ച് ഹോം സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. യുകെയിൽ തൊഴിലില്ലാത്തവർക്ക് ബ്രിട്ടീഷ് സർക്കാർ നൽകുന്ന യൂണിവേഴ്സൽ ക്രെഡിറ്റ് ഇപ്പോൾ 13 ലക്ഷത്തോളം വിദേശികൾ കൈപ്പറ്റുന്നതായി റിപ്പോർട്ട്. സർക്കാരിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ബ്രിട്ടീഷ് പൗരന്മാരോ അയർലൻഡ് പൗരന്മാരോ അല്ലാത്ത 12,70,107 പേർ ഈ ധനസഹായം കൈപ്പറ്റുന്നു എന്നാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. തൊഴിലില്ലാത്തവർക്ക് ബ്രിട്ടീഷ് സർക്കാർ നൽകുന്ന യൂണിവേഴ്സൽ ക്രെഡിറ്റ് ബ്രിട്ടീഷ് പൗരന്മാരോ അയർലൻഡ് പൗരന്മാരോ അല്ലാത്തവർ കൈപ്പറ്റുന്നത് സെപ്റ്റംബറിൽ ഇത് 12,55,955 ആയിരുന്നു. മറ്റു പല ആനുകൂല്യങ്ങളും യൂണിവേഴ്സൽ ക്രെഡിറ്റിലേക്ക് മാറ്റിയതിനാൽ പുതുതായി എത്ര പേർ ഈ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്ന് ഇപ്പോൾ കൃത്യമായി പറയാനാവില്ല. ഈ ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ ഭൂരിഭാഗവും ഏകദേശം 70 ലക്ഷത്തോളം പേർ ബ്രിട്ടീഷ് പൗരന്മാരോ അയർലൻഡ് പൗരന്മാരോ ആണെങ്കിലും ഈ പദ്ധതി അമിതമായ ഉദാര മനസ്കത കാണിക്കുന്നു എന്ന ആരോപണം ഉയരുന്നുണ്ട്. ഈ ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ ഏകദേശം 7,60,000 പേർ യൂറോപ്യൻ യൂണിയൻ പൗരന്മാരാണ്. ബ്രസീൽസുമായി ഉണ്ടാക്കിയ ബ്രെക്സിറ്റ് കരാറിന്റെ അടിസ്ഥാനത്തിൽ അത് അവർക്ക് അവകാശപ്പെട്ടതുമാണ്. യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്നത് കുറഞ്ഞ വരുമാനക്കാർക്ക് അവരുടെ വരുമാനത്തിന് പുറമെ ലഭിക്കുന്ന ധനസഹായമോ തൊഴിലില്ലാത്തവർക്ക് ലഭിക്കുന്ന ധനസഹായമോ ആകാം. നിങ്ങൾ മക്കളോടൊപ്പം നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി കൂടെയില്ലെങ്കിൽ ഒരു പക്ഷേ യാത്ര മുടങ്ങിയെന്ന് വരാം. ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന പുതിയ നിയമം അനുസരിച്ച് ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നത് നിയമവിരുദ്ധമായേക്കാം. അതിന്റെ റിപ്പോർട്ടിലേക്ക്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന പുതിയ നിയമം അനുസരിച്ച് ഒപ്പം യാത്ര ചെയ്യാത്ത ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ അനുമതി പത്രവുമായി എയർപോർട്ടിൽ എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ യാത്ര പോലും തടസ്സപ്പെടാം. നാട്ടിൽ മക്കളെയാക്കി മടങ്ങുന്നവർക്ക് ജയിൽവാസവും അനുഭവിക്കേണ്ടി വരും. ഗാർഹിക പീഡനത്തിന്റെ ഇരകളായി നാട് വിട്ട് കുട്ടികളുമായി വിദേശത്ത് പോയി താമസിക്കാൻ ഉദ്ദേശിക്കുന്ന അമ്മമാരാണെങ്കിലും ഈ പങ്കാളിയുടെ അനുമതിയില്ലാതെ കുട്ടികളെ കൊണ്ടുപോകുന്നത് പുതിയ നിയമപ്രകാരം ക്രിമിനൽ കുറ്റമായി പരിഗണിക്കപ്പെടും. ഫാദേഴ്സ് റൈറ്റ്സ് ഗ്രൂപ്പിന്റെ റീ യുണൈറ്റഡ് ഇന്റർനാഷണൽ ചാരിറ്റിയുടെയും പിന്തുണയോടെ ക്രൈം ആൻഡ് പോലീസിംഗ് ബില്ലിൽ കൊണ്ടുവന്ന പുതിയ ഭേദഗതിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ ഭേദഗതി ഇതുവരെ ജനപ്രതിനിധി സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇത് പ്രഭുസഭയുടെ പരിഗണനയിലാണ്. ഈ ഭേദഗതി പാസ്സാവുകയാണെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ മറ്റൊരാളുടെ അനുമതിയില്ലാതെ കുട്ടിയുമായോ കുട്ടികളുമായോ വിദേശത്തേക്ക് താമസം തുടർന്നാൽ അത് ഒരു ക്രിമിനൽ കുറ്റമായിരിക്കും. നിലവിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ അത് ഒരു സിവിൽ കേസ് മാത്രമാണ്. ഇത്തരത്തിൽ കുട്ടികളുമായി വിദേശത്തേക്ക് തുടരുന്നവരിൽ 75% പേരും അമ്മമാരാണ്.
അതിൽ തന്നെ 75% പേർക്ക് ഗാർഹിക പീഡനം സഹിക്കാതെ നാടുവിട്ടവരുമാണ്. ഈ വർഷം ഇത്തരത്തിലുള്ള 500ഓളം പുതിയ കേസുകളാണ് ഉണ്ടായിരിക്കുന്നത്. മാതാപിതാക്കൾ ഇരുവരുടെയും അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷിതാക്കളിലൂടെ സമ്മതമില്ലാതെ കുട്ടിയെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ തന്നെ കുറ്റകരമാണ് എങ്കിലും സിവിൽ നിയമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കേസുകളിൽ 90% അമ്മമാർ ഉൾപ്പെടുന്ന കേസുകളാണ് എന്നാണ് ഗ്ലോബൽ ആക്ഷൻ ഓൺ റീലൊക്കേഷൻ ആൻഡ് റിട്ടേൺ വിത്ത് കിഡ്സ് എന്ന സംഘടനയുടെ ചീഫ് എക്സിക്യൂട്ടീവായ റോസ് ഓസ്ബിൻ പറയുന്നത്. ഇതിലും പലതിലും അമ്മമാർ കുട്ടികളുമായി അനുവദിക്കപ്പെട്ട ഒഴിവുകാലം ചെലവഴിക്കാൻ സ്വന്തം രാജ്യത്തേക്ക് പോകുന്നവരാണ്. അവിടെ എത്തുമ്പോഴാണ് പീഡനം അനുഭവിക്കാവുന്നിടത്തേക്ക് തിരികെ പോകേണ്ടതില്ല എന്ന തോന്നൽ ശക്തമാകുന്നതെന്നും അവർ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന പ്രവണതയ്ക്കെതിരെ യുകെയുടെ പല ഭാഗങ്ങളിലും പ്രതിഷേധം ഉയരുന്നു. ശത്രുതയുളവാക്കുന്നതും ആക്ഷേപകരവുമായ പോസ്റ്റുകൾ ഇടുന്നത് എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നതിനെതിരെയുള്ള പരാതിയിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി 2 ലക്ഷത്തോളം പേരാണ് അറസ്റ്റിലായത്. കൂടുതൽ വിവരങ്ങളിലേക്ക്. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന പ്രവണത അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നു എന്നാണ് പരാതി. മുൻ റീഫോം MP ടൂപ്പർട്ട് ലോവ് ആരംഭിച്ച പരാതി ഇന്ന് പാർലമെന്റിൽ ചർച്ചയ്ക്കെടുത്തു. സമൂഹ മാധ്യമങ്ങൾ വരുന്ന പോസ്റ്റുകളുടെ പേരിൽ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നത് അത്യന്തം അപകടകരമായ ഒരു കീഴ്വഴക്കമാണ് സൃഷ്ടിക്കുന്നതെന്നും 62കാരനായ മുൻ MP വ്യക്തമാക്കുന്നു. ഇത്തരം കേസുകളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രമല്ല ശിക്ഷാ കാലാവധിയും പരിമിതമായ ജയിൽ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതുമൊക്കെ ചോദ്യങ്ങളായി ഉയരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതിനു പകരമായി പിഴയൊടുക്കാൻ ആവശ്യപ്പെടുകയോ കമ്മ്യൂണിറ്റി സർവീസ് ആവശ്യപ്പെടുകയോ ആയിരിക്കും ഉചിതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗത്ത് പോർട്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലിട്ട ഒരു പോസ്റ്റ് വംശീയ വിദ്വേഷം പരത്തുന്നതാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കൺസർവേറ്റീവ് കൗൺസിലറുടെ ഭാര്യയായ ലൂസി കൊണോളിയെ ശിക്ഷിച്ചതിനെ തുടർന്ന് സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ പേരിലുള്ള അറസ്റ്റുകളും ശിക്ഷയും ഒക്കെ വ്യാപകമായി ചർച്ചയാകുന്നത്. 31 മാസക്കാലത്തെ കസ്റ്റോഡിയൽ സെന്റൻസ് ആയിരുന്നു അവർക്ക് വിധിച്ചത്. ഒരു ഒറ്റ പോസ്റ്റിന്റെ പേരിൽ കിട്ടുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ശിക്ഷയായിരുന്നു ഇത്. യുകെയിൽ തങ്ങളുടെ പട്ടണത്തോട് ചേർന്നുള്ള പഴകിയ സൈനിക ക്യാമ്പിൽ 600 പുരുഷ അഭയാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച് നിരത്തിലിറങ്ങി ജനക്കൂട്ടം സ്റ്റാമർ പുറത്തു പോകണമെന്ന മുദ്രാവാക്യം മുഴക്കി. കിഴക്കൻ സക്സസിലെ കോബ്രോസ് സൈനിക പരിശീലന ക്യാമ്പിലാണ് അഭയാർത്ഥി ഹോട്ടലുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി അവരെ താമസിപ്പിക്കാൻ ലേബർ സർക്കാർ തീരുമാനിച്ചത്. സുരക്ഷാ ഭീഷണി ഉയരുന്നതിനാൽ ഇപ്പോൾ തന്നെ വീടുകൾ പാനിക് അലാമുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല പ്രദേശവാസികൾ പലരും തന്നെ GP അപ്പോയിന്റ്മെന്റുകൾക്കായി ക്ലേശിക്കുമ്പോൾ കൗണ്ടിയിലെ GPയിൽ 600 അഭയാർത്ഥികളെ കൂടി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആശങ്കയും അവർ രേഖപ്പെടുത്തുന്നു. 2000 പേരോളം പങ്കെടുത്ത മാർച്ചിനു ശേഷം ഒരു പൊതുയോഗവും നടന്നു. മുദ്രാവാക്യം മുഴക്കി ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെ സമ്മേളനം നടന്ന കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്നും പുറത്താക്കി. കുട്ടികളും ഒത്താണ് പലരും അഭയാർത്ഥികളെ തങ്ങളുടെ അയൽപക്കത്ത് താമസിപ്പിക്കാനുള്ള പദ്ധതികൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയത്. ഖജനാവിലേക്ക് ധനം സമാഹരിക്കുന്നതിനായി ബഡ്ജറ്റിൽ ഒരു അദൃശ്യ നികുതി യുദ്ധം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ചാൻസലർ റേച്ചൽ റീവ്സ് എന്ന റിപ്പോർട്ട്. ലക്ഷക്കണക്കിന് തൊഴിലാളികളെയും സേവിങ്സ് അക്കൗണ്ടുള്ള ഉടമകളെയും പെൻഷൻകാരെയും ഒക്കെ ഇത് ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ അടിസ്ഥാന നിരക്കിലുള്ള വരുമാന നികുതി ബാധകമാകുന്ന വരുമാന പദ്ധതി കുറയ്ക്കാനായിരുന്നു ചാൻസലർ തീരുമാനിച്ചത്. എന്നാൽ സ്വന്തം പാർട്ടി MPമാരിൽ നിന്ന് തന്നെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് അത് നിർത്തിവെക്കേണ്ടതായി വന്നു. ഏകദേശം 30 മില്യൺ പൗണ്ടിന്റെയും 40 മില്യൺ പൗണ്ടിന്റെയും ഇടയിൽ ധനക്കമ്മി ഉണ്ട് എന്ന് കരുതുന്ന ഖജനാവിലേക്ക് പ്രതിവർഷം 8 ബില്യൺ പൗണ്ടിലധികം കൊണ്ടുവരാൻ ഈ നയത്തിന് കഴിയുമായിരുന്നു. അതിനു പകരമായി ഒരു കൂട്ടം ചെറിയ നികുതി വർധനവുമായി ചാൻസലർ എത്തുമെന്നും സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ കണക്കാക്കുന്നു. ചൂതാട്ടത്തിന് മേൽ ലെവി ചുമത്തുക, വില കൂടിയ വീടുകൾ ഉയർന്ന നിരക്കിലുള്ള നികുതി ചുമത്തുക എന്നതിനൊപ്പം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മേൽ അവ സഞ്ചരിച്ച ദൂരത്തിന് ആനുപാതികമായി ലെവി ചുമത്തുക എന്നതും ഇതിൽ ഉൾപ്പെടും. നികുതി ബാധകമായ വരുമാന പരിധി ഒറ്റയടിക്ക് കുറയാതെ ഇത്തരം മാർഗങ്ങളിലൂടെ ഖജനാവിലേക്ക് ധനം സമാഹരിക്കാനായി ചാൻസലർ ശ്രമിക്കുമെന്നതാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ നൽകുന്ന സൂചന. അന്തിമ തീരുമാനം വരും ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സേവിങ്സ് അലവൻസ് മരവിപ്പിക്കുന്നതിനും ഖജനാവിലേക്ക് വൻ തുകകൾ എത്താൻ സഹായകമാകും. 2016 ഇത് ആരംഭിച്ച ശേഷം നികുതി ഇളവ് ബാധകമായ തുകയുടെ പരിധിയിൽ മാറ്റം വന്നിട്ടില്ല. ഇനിയൊരു 2 വർഷം കൂടി അത് തുടർന്നാൽ 2027-28 ആകുമ്പോഴേക്കും 6.4 ബില്യൺ പൗണ്ട് ഇതുവഴി സമാഹരിക്കാൻ കഴിയുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിക്കുന്നു. അതോടൊപ്പം വരുമാന നികുതിയുള്ള ബാൻഡുകളുടെ വരുമാന പരിധിയും മാറ്റമില്ലാതെ തുടരുമെന്നും നികുതിദായകരിൽ 5-ൽ 1 വീതം 40% നിരക്കിൽ നികുതി നൽകുന്ന ബാൻഡിലേക്ക് വരുമെന്നും കണക്കാക്കപ്പെടുന്നു.
കഴിഞ്ഞ മാർച്ചിന് ശേഷമുള്ള ഏറ്റവും തണുപ്പുള്ള രാത്രിയായിരുന്നു ശനിയാഴ്ച കടന്നുപോയത്. ഡുല്ലോക്ക് ബ്രിഡ്ജിൽ താപനില -7 ഡിഗ്രി വരെ എത്തി. മെറ്റ് ഓഫീസിലെ രേഖകൾ പ്രകാരം മാർച്ച് 20-ന് ശേഷമുള്ള ഏറ്റവും തണുപ്പുള്ള രാത്രിയായിരുന്നു ഇത്. ഈ വാരം ആരംഭിക്കുന്നത് തന്നെ തണുത്ത കാലാവസ്ഥയോടെ ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ ഏജൻസി പ്രവചിക്കുന്നത്. മഞ്ഞുവീഴ്ചയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. ശരാശരിയിലും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുമെന്നും അവർ പറയുന്നു. ക്ലോഡിയ കൊടുങ്കാറ്റ് ഇംഗ്ലണ്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിലും വെയിൽസിലും കനത്ത മഴ കൊണ്ടുവന്നപ്പോൾ മോൺമൻ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ശനിയാഴ്ച വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടു. ഈ ആഴ്ച പകൽ സമയത്ത് ശരാശരി താപനില 10 ഡിഗ്രിയായി തുടരുമെന്നും സ്കൈവർത്ത് ടീം നൽകുന്ന സൂചന. ആർക്കിൽ നിന്നുമുള്ള ശീതവായു പ്രവാഹം എത്തുന്നതോടെ അന്തരീക്ഷം കൂടുതൽ തണുക്കുമെന്നാണ് മെറ്റ് ഓഫീസിലെ ചീഫ് മെറ്റീരിയോളജിസ്റ്റ് ഡാൻ ഹോളി പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ആഴ്ച അന്തരീക്ഷ താപനില -7 ഡിഗ്രി ആയി എത്തിയേക്കാം. വ്യാപകമായ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. ശരാശരി താപനില കഴിഞ്ഞുപോയ ഒരു ദീർഘകാലത്തിന് ശേഷം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രകടമായ ഒരു മാറ്റമായിരിക്കാം ഇത്. മഞ്ഞുവീഴ്ച കൂടാതെ മൂടൽമഞ്ഞിനും സാധ്യത ഏറെയാണ്. യുകെയിലെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് നിരോധിച്ചതോടെ ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു പേര് പുറത്തുവിടാൻ താല്പര്യമില്ലാത്ത ഈ സ്റ്റേറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിച്ചത്. മാത്രമല്ല, അധികം വൈകാതെ ഈ നയം ദേശവ്യാപകമായി സ്വീകരിക്കപ്പെടും എന്ന പ്രത്യാശയും അന്നവർ പ്രകടിപ്പിച്ചിരുന്നു. തങ്ങൾക്ക് മാത്രമായി ഇത് പ്രാവർത്തികമാക്കാൻ കഴിയില്ലെന്ന് സമ്മതിച്ച സ്കൂൾ അധികൃതർ അതിനായി സർക്കാർ തലത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ പിതാവിനെ ഈ നിരോധനം രോഷാകുലനാക്കി. അയാൾ പോലീസിൽ പരാതിപ്പെട്ടതോടെ അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തുകയും ചെയ്തു. ഓഫ്സ്റ്റഡിനും ഇയാൾ ഈ സ്കൂളിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. നിരോധനം നിലവിൽ വന്ന ആദ്യ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ 40ഓളം ഫോണുകൾ വിദ്യാർത്ഥികളിൽ നിന്നും സ്കൂളുകൾ അധികൃതർ പിടിച്ചെടുത്തിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഫോണുകൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു സ്കൂൾ ഹെഡ് ടീച്ചറുടെ പ്രതികരണം. സർക്കാർ തന്നെ വിദ്യാലയങ്ങൾ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പ്രമുഖ ബഡ്ജറ്റ് എയർലൈൻ കമ്പനി ചെലവുകൾ ചുരുക്കുന്നതിന്റെ ഭാഗമായി യുകെയിലെ ഒരു വിമാനത്താവളത്തിലേക്കുള്ള സർവീസുകൾ പടിപ്പടിയായി കുറയ്ക്കുകയാണ്. ബുഡാപെസ്റ്റ് ആസ്ഥാനമായ ലോ കോസ്റ്റ് വിമാന കമ്പനി വിസ് എയർ പറയുന്നത് ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ നിന്നുമുള്ള സർവീസുകളിൽ നഷ്ടം സംഭവിക്കുന്നു എന്നാണ്. ഉയർന്ന ഓപ്പറേറ്റിംഗ് ഫീസും അനുയോജ്യമല്ലാത്ത യാത്രാ സമയങ്ങളുമാണ് ഇതിന് കാരണമെന്നും കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ജോസഫ് വരാഡി പറയുന്നു. അതിനു പകരമായി വിസ് എയർ ലൂട്ടണിൽ നിന്നും സർവീസുകൾ ആരംഭിക്കും. ഇവിടെ പ്രവർത്തന ചെലവ് കുറവാണെന്നും ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ ചെലവിലാണ് ഇപ്പോൾ ഗാറ്റ്വിക്കിൽ നിന്നുമുള്ള സർവീസുകൾ നടത്തുന്നത്. മാത്രമല്ല, തിരക്ക് ഇല്ലാത്ത സ്ലോട്ടുകളാണ് സർവീസിനായി അനുവദിച്ചിരിക്കുന്നത്. തുല്യ എണ്ണം സർവീസുകൾ ലൂട്ടണിൽ നിന്നും നടത്തിയാൽ ലാഭകരമാകുമെന്നാണ് ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞത്. ആദ്യം ഒരു ഒറ്റ വിമാനം ലൂട്ടണിലേക്ക് മാറ്റിയായിരിക്കും ഈ മാറ്റത്തിന് തുടക്കം കുറിക്കുക. പിന്നീട് ഗാറ്റ്വിക്കിൽ നിന്നുമുള്ള സർവീസുകളുടെ എണ്ണം 7ആയി കുറയ്ക്കുമ്പോൾ ലൂട്ടണിൽ നിന്നും 13 സർവീസുകൾ നടത്തും. ജീവകാരുണ്യ രംഗത്ത് റെക്കോർഡ് കളക്ഷൻ നേടിയ പ്രവർത്തന വർഷം കാഴ്ചവെച്ച് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ടീമിന് പുതിയ നേതൃത്വം. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനിൽ നിന്നും പുതിയ ടീമിനെ നയിക്കാൻ സാബുവും ഗ്രീഷ്മയും ഇനിയെത്തും. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ടീമിന് പുതിയ നേതൃത്വം വരുന്നു. നിലവിലെ ചെയർമാൻ മാഞ്ചസ്റ്ററിലെ സാബു ചുണ്ടക്കാട്ടിലും തൽസ്ഥാനത്ത് തുടരുമ്പോൾ സ്ഥാനമൊഴിഞ്ഞ സ്റ്റോക്ക് വോൺ ട്രെന്റിലെ മനോജ് മാത്യുവിന് പകരം ഡർബനിൽ നിന്നുമുള്ള ഗ്രീഷ്മ ഫ്രാൻസിസും സെക്രട്ടറിയുടെ പദവിയിലേക്ക് എത്തും. 15-അംഗ ട്രസ്റ്റിന്റെ ഭരണസമിതിയിലേക്ക് പുതുതായി ലെസ്റ്ററിൽ നിന്നും അക്കൗണ്ടന്റായ ഡൊമിനിക് എത്തുമ്പോൾ സൗത്താംപ്ടണിൽ നിന്നും പ്രോജക്ട് മാനേജറായ ആൻസി കൃഷ്ണനും എത്തുകയാണ്. നിലവിലെ ഭരണസമിതിയിലെ മറ്റു 13 അംഗങ്ങളും തൽസ്ഥാനത്ത് തുടരും. ട്രസ്റ്റിൽ നിന്നും 2 വനിതാ പ്രതിനിധികളായ ബോൾട്ടണിലെ ഷൈൻ ക്ലെയറും ബെൽഫാസ്റ്റിലെ ബിജി തോമസ് എന്നിവരാണ് സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നത്. ഫണ്ട് റൈസിംഗിൽ ഇവന്റ് കോർഡിനേറ്റർ പദവിയിലെ ടെലിഫോർഡ് സ്വദേശി ഫ്രാൻസിസ് ആന്റണി, PRO ആയി മനോജ് മാത്യു, BMSF ചാരിറ്റി നൈറ്റ് ഗാല ഇവന്റ് കോർഡിനേറ്ററായി ജെംസ്ഫോണിലെ രശ്മി പ്രകാശും ചുമതലയേറ്റു. അഡ്വൈസറി ബോർഡ് കോർഡിനേറ്റർ ആയി ഗ്ലോസ്റ്ററിലെ അജിമോൻ എടക്കരയും പ്രവർത്തിക്കും. ഏറ്റവും കൂടുതൽ ധനസഹായം നൽകാനുള്ള ഒരു വർഷത്തെ പ്രവർത്തനത്തിന്റെ ചാരിതാർത്ഥ്യവുമായാണ് സാബു ചുണ്ടക്കാട്ടിൽ 3ാം തവണയും ചെയർമാൻ പദവി ഉറപ്പിച്ചത്. കഴിഞ്ഞ 11 മാസം കൊണ്ട് 2,81,000 പൗണ്ടിന്റെ ജീവകാരുണ്യ പ്രവർത്തനമാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഏറ്റെടുത്തത്. ഇതിൽ 58,000 പൗണ്ടിന്റെ ധനസമാഹരണം സാധ്യമായത് 100-ലേറെ വോളണ്ടിയർമാരിലൂടെ ബ്രിട്ടനിലെമ്പാടും നടത്തിയ ചാരിറ്റി ചലഞ്ചിലൂടെയായിരുന്നു എന്നതും പ്രത്യേകതയാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 21-ന് ചുമതലയേറ്റ ടീം ഇപ്പോൾ പടിയിറങ്ങുമ്പോൾ 19 അപ്പീലുകളിൽ നിന്നാണ് 2,81,000 പൗണ്ടിന്റെ ധനശേഖരണം കണ്ടെത്തിയത് എന്നും റിപ്പോർട്ട് അവതരിപ്പിക്കെ സെക്രട്ടറി മനോജ് മാത്യു ചൂണ്ടിക്കാട്ടി. ഇതോടെ കഴിഞ്ഞ 14 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ ആകെ സ്വരൂപിക്കുന്ന തുക 17,30,000 പൗണ്ടായി. കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കാനായാൽ ഇപ്പോൾ ചുമതലയേറ്റ ടീമിന് 2 മില്യൺ പൗണ്ടിന്റെ നാഴികക്കല്ല് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അമേരിക്കൻ സർക്കാർ അടച്ചുപൂട്ടലിനെ തുടർന്ന് ഏർപ്പെടുത്തിയ വിമാന ഗതാഗത നിയന്ത്രണങ്ങൾ തിങ്കളാഴ്ച രാവിലെ 6 മുതൽ പിൻവലിച്ചതായി ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ. അമേരിക്കൻ സർക്കാർ അടച്ചുപൂട്ടലിനെ തുടർന്ന് ഏർപ്പെടുത്തിയ വിമാന ഗതാഗത നിയന്ത്രണങ്ങൾ തിങ്കളാഴ്ച പിൻവലിച്ചതോടെ ആഴ്ചകളായി നീണ്ടുനിന്ന വിമാന വൈകലുകൾക്കും റദ്ദാക്കലുകൾക്കും അവസാനമായി.
രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയും ചെയ്യും. കഴിഞ്ഞ ആഴ്ച ഏർപ്പെടുത്തിയ 6% വിമാന ഗതാഗത നിയന്ത്രണം തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും പിൻവലിക്കുകയാണെന്ന് ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫിയും FAA അഡ്മിനിസ്ട്രേറ്റർ ബ്രയാൻ ഫെഡ്ഫോർഡും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. സുരക്ഷാ പ്രവണതകളും സ്റ്റാഫിംഗ് നിലയിലും വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ഇനി അമേരിക്കൻ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും ആധുനികമായ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എയർ ട്രാഫിക് കൺട്രോളർമാരുടെ നിയമനം വേഗത്തിലാക്കുക എന്നതും പ്രധാന ലക്ഷ്യമാണെന്നും ഡഫി വ്യക്തമാക്കി. എന്നാൽ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്താൻ വിമാന കമ്പനികൾക്ക് ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. വരുന്ന താങ്ക്സ് ഗിവിംഗ് അവധി ദിനങ്ങളിലും ചരക്കു ഗതാഗതത്തിന്റെ മൂർധന്യ കാലത്തും 3.1 കോടി പേർ യാത്ര ചെയ്യുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. നവംബർ 6-ന് പ്രധാന 40 വിമാനത്താവളങ്ങളിലെ ഗതാഗതം 10% വരെ കുറയ്ക്കാൻ ഡഫി നിർദ്ദേശിച്ചിരുന്നു. ശമ്പളം ലഭിക്കാതെ ജോലിയിൽ തുടരേണ്ടി വന്ന ഫെഡറൽ ട്രാഫിക് ജീവനക്കാർക്കിടയിലുണ്ടായ കുറവാണ് ഇതിന് കാരണമായത്. ബിസിനസ് ജെറ്റുകളുടെ സ്വകാര്യ വിമാനങ്ങളുടെയും പ്രവേശനത്തിന് FAA നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആദ്യമായി 4% ഗതാഗത കുറവ് ഏർപ്പെടുത്തിയ FAA പിന്നീട് അത് ഉയർത്തി. നവംബർ 9-ന് മാത്രം 2600-ലധികം ഫ്ലൈറ്റുകൾ രാജ്യത്തെ എയർ ട്രാഫിക്കിന്റെ 10%-ഓളം റദ്ദാക്കപ്പെട്ടിരുന്നു. നവംബർ 11-ന് നിയന്ത്രണം 6%-ആയി. ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ നിയമനിർമ്മാതാക്കൾ ഒത്തുതീർപ്പിലെത്തിയതോടെ FAA നിയന്ത്രണങ്ങൾ മരവിപ്പിക്കുകയായിരുന്നു. വിവാദ ധനകാര്യ വിദഗ്ധനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചുള്ള രഹസ്യ ഫയലുകൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച വോട്ടെടുപ്പിൽ പിന്തുണയ്ക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. മാസങ്ങളോളം പാർട്ടി എംപിമാരെ ഈ നിർദ്ദേശത്തിനെതിരെ നിർത്താൻ ശ്രമിച്ചിരുന്ന ട്രംപിന്റെ അപ്രതീക്ഷിത നിലപാട് മാറ്റമാണ് ഇതോടെ വെളിവായത്. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിൽ ഈ ആഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് വിവാദ ധനകാര്യ വിദഗ്ധനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചുള്ള രഹസ്യ ഫയലുകൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച വോട്ടെടുപ്പിൽ പിന്തുണയ്ക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. വിഷയത്തിൽ പാർട്ടിക്കകത്ത് വലിയ ഭിന്നത പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഡസൻ കണക്കിന് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ട്രംപിനെതിരെ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകൾ കൂടിയതോടെയാണ് വൈറ്റ് ഹൌസിന് വലിയ അപമാനം ഒഴിവാക്കാൻ ട്രംപ് തന്നെ പിന്നാക്കം പോവുകയായിരുന്നു. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടുന്നതിന് അനുകൂലമായ ഹൌസ് റിപ്പബ്ലിക്കന്മാർ വോട്ട് ചെയ്യണമെന്നും നമ്മൾ മറച്ചുവെക്കാൻ ഒന്നുമില്ല എന്നും ഡെമോക്രാറ്റുകളുടെ വഴിതെറ്റിക്കൽ തന്ത്രങ്ങളിൽ നിന്നും കടന്നു പോകേണ്ട സമയമാണ് ഇത്. ട്രംപ് സമൂഹ മാധ്യമങ്ങൾ ട്രംപ് കുറിച്ചതും ഇപ്രകാരമായിരുന്നു. റിപ്പബ്ലിക്കൻ വിജയങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഡെമോക്രാറ്റുകൾ ശ്രമിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു. വിലക്കയറ്റത്തെ സംബന്ധിച്ച ആശങ്കകൾ അടക്കമുള്ള ജനപ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയത്ത് വിഷയം വലുതാക്കി കാണിക്കുന്നത് ഉചിതമല്ലെന്നും ട്രംപിന്റെ ഉപദേശകരും വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച 218 പേര് ഒപ്പുവെച്ചതോടെ എല്ലാ ഡെമോക്രാറ്റുകളും 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും ചേർന്ന് വിഷയം നിർബന്ധിത വോട്ടിംഗിലേക്ക് നീക്കിയിരുന്നു. റിപ്പബ്ലിക്കന്മാരും സമ്മർദ്ദത്തിലാക്കിയ ട്രംപിന്റെ ശ്രമം തുടർച്ചയായ ഫലം കാണാതെ പോയതോടെയാണ് നിലപാട് മാറ്റിയത്. പെൻസിൽവാനിയയിലെ ഷില്ലിംഗ്ടണിൽ തോക്ക് വൃത്തിയാക്കുന്നതിനിടെ നായയുടെ ചാട്ടം വെടിവെപ്പിൽ കലാശിച്ച വിചിത്ര സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ബെഡിന് മുകളിൽ വെച്ചിരുന്ന ഷോട്ട് ഗൺ പെട്ടെന്ന് പൊട്ടിയതോടെ 53-കാരന് ഗുരുതരമായി പരിക്കേറ്റു. വൃത്തിയാക്കൽ പൂർത്തിയാക്കിയതാണോ സുരക്ഷാ ലോക്ക് പ്രവർത്തനരഹിതമായതാണോ എന്നതിൽ വ്യക്തതയില്ല എന്നും ഷില്ലിംഗ്ടൺ പോലീസ് കോഓപ്പറേറ്റർ മൈക്കൽ സ്കൂൺ അറിയിച്ചു. നായ കിടക്കയിലേക്ക് ചാടിയപ്പോൾ ട്രിഗറിൽ കാല് തട്ടിയതാകാമെന്നും ഇയാൾ സംശയിക്കുന്നു. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന മകൻ 911-ൽ വിളിച്ച് സഹായം തേടി. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. തോക്കുകൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓരോ ആയുധവും ലോഡഡ് ആയതുപോലെ കാണിക്കുമെന്നും സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും സ്കൂൺ കൂട്ടിച്ചേർത്തു. പോലീസ് അന്വേഷണം തുടരുകയാണെങ്കിലും സംഭവം പൂർണ്ണമായും അപകടമെന്നതിൽ അധികൃതർ വലിയ സംശയമൊന്നുമില്ല. വേൾഡ് മലയാളി കൗൺസിൽ ബെൽഫാസ്റ്റ് പ്രൊവിൻഷ്യസ് പ്രവർത്തന ഉദ്ഘാടനം നവംബർ 21-ന് വൈകിട്ട് 5-ന് ബെൽഫാസ്റ്റ് സെൽ കോൾ മിസൽ ഹാളിൽ നടക്കും. ചെയർമാൻ അനിൽ കൊടോപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് പ്രദീപ് ജോസഫ് സ്വാഗതം ആശംസിക്കും. യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളി പടയാട്ടിൽ മുഖ്യ പ്രഭാഷണം നടത്തും. യൂറോപ്പ് റീജിയൻ ട്രഷറർ ഷൈബു ജോസഫ്, ഗ്ലോബൽ ഹെൽത്ത് ഫോറം പ്രസിഡന്റ് ജിമ്മി മൊയ്ലാൻ, ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം ഗ്ലോബൽ സെക്രട്ടറി രാജു കുന്നക്കാട്ട്, മുൻ ഗ്ലോബൽ വൈസ് ചെയർമാൻ ബിജു വൈക്കം, അയർലൻഡ് പ്രൊവിൻഷ്യൽ സെക്രട്ടറി റോയി പെരയിൽ, ട്രഷറർ മാത്യൂസ് കുര്യാക്കോസ്, എക്സിക്യൂട്ടീവ് അംഗം സെബാസ്റ്റ്യൻ കുന്നുംപുറം എന്നിവർ ആശംസകൾ അർപ്പിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും പ്രസിഡന്റ് പ്രദീപ് ജോസഫ്, ചെയർമാൻ അനിൽ പോൾ, സെക്രട്ടറി ജോബി ജോർജ്, ട്രഷറർ കിൻഡോ തോമസ്, വൈസ് ചെയർമാൻ സണ്ണി കട്ടപ്പന, വൈസ് പ്രസിഡന്റ് സിജു ജോർജ്, സെക്രട്ടറി ജി മോൻ തോമസ്, യൂത്ത് വിംഗ് കോർഡിനേറ്റർ സനു പടയാട്ടിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സോജു ഇപ്പൻ വർഗീസ്, സബിൻ സാബു എന്നിവർ അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 116.56 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.13 യൂറോ.
ഒരു $, 88.62 ഇന്ത്യൻ രൂപ. ഒരു യൂറോ, 103.04 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട്, 1.31 $. ഒരു കനേഡിയൻ ഡോളർ, 63.26 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. പ്രാദേശിക ഭാഷയ്ക്കായുള്ള ദക്ഷിണേന്ത്യൻ എംപിമാരും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള തർക്കത്തിൽ വഴിത്തിരിവായ നീക്കവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജോൺ ബ്രിട്ടാസ് എംപിക്ക് മലയാളത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് അദ്ദേഹം. ആ റിപ്പോർട്ടിലേക്ക്. ജോൺ ബ്രിട്ടാസ് എംപിക്ക് മലയാളത്തിൽ മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ രീതിക്ക് തുടക്കമിട്ടു. ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 22 ബ്രിട്ടാസ് അയച്ച കത്തിന് മറുപടിയായാണ് നവംബർ 14 അമിത്ഷാ ബ്രിട്ടാസിന് കത്തയച്ചത്. ജോൺ ബ്രിട്ടാസ് അയച്ച കത്ത് കിട്ടിയെന്നും അമിത്ഷാ കത്തിൽ വ്യക്തമാക്കുന്നു. നന്ദിയോടെ താങ്കളുടെ അമിത്ഷാ എന്ന് എഴുതി ഒപ്പിട്ടാണ് മറുപടി. നേരത്തെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവനീഷ് സിംഗ് ബിട്ടു ഹിന്ദിയിൽ നൽകിയ കത്തിന് മലയാളത്തിൽ മറുപടി അയച്ച ജോൺ ബ്രിട്ടാസ് പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. മോദി സർക്കാരിലെ പല മന്ത്രിമാരും ഹിന്ദിയിൽ മാത്രം മറുപടി കത്തുകൾ എഴുതുകയാണെന്നും ദക്ഷിണേന്ത്യയിലെ എംപിമാരുടെ വിമർശനത്തിന് കാരണമായിരുന്നത്. ഇംഗ്ലീഷിൽ മറുപടി നൽകുന്നതായിരുന്നു കീഴ്വഴക്കമെന്നും എന്നാൽ ചില മന്ത്രിമാർ ഹിന്ദിയിൽ മാത്രം മറുപടി നൽകിയിരുന്നുവെന്നും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഇതെന്ന ആരോപണം ഉയർന്നു. ഈ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ മലയാളത്തിലുള്ള മറുപടി. ഇതുവരെ എംപിമാരുടെ കത്തിന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറുപടി നൽകുന്ന രീതിയായിരുന്നു അമിത്ഷാ പിന്തുടർന്നത്. 1990 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവ് ഹിന്ദിയിൽ അയച്ച കത്തിന് കേരള മുഖ്യമന്ത്രിയായിരുന്ന EK നയനാർ മലയാളത്തിൽ മറുപടി അയച്ച സംഭവവും ഉണ്ടായിരുന്നു. ബംഗളൂരു നഗരത്തിന് ഗതാഗത കുരുക്കിൽ നിന്നും ശാപമോക്ഷം നേടിക്കൊടുക്കുമെന്ന അവകാശവാദവുമായി കർണാടക സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്ന തുരങ്കപാത ഒരേ സമയം പ്രതീക്ഷയും ആശങ്കയും ഉയർത്തുന്നു. സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടിലേക്ക്. ബംഗളൂരു നഗരത്തിന് ഗതാഗത കുരുക്കിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് വലിയ തുക മുടക്കി നടപ്പാക്കുന്ന പദ്ധതി തിരക്ക് കുറയ്ക്കാൻ വലിയ തോതിൽ സഹായിക്കുമെന്നാണ് സർക്കാർ വാദിക്കുന്നത്. നിലവിൽ റോഡുകൾക്ക് വീതി കൂട്ടാൻ സാധിക്കാത്തതിനാൽ തുരങ്കപാത തന്നെയാണ് അഭികാമ്യമെന്നും വിശദീകരിക്കുന്നു. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ചിലവുമാണ് ഇതിനെ എതിർക്കുന്നവർ ഉയർത്തിക്കാട്ടുന്നത്. എതിർപ്പ് ശക്തമാണെങ്കിലും പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഹെബ്ബാളിൽ നിന്നും സിൽക്ക് ബോർഡ് വരെയുള്ള 16.6 കിലോമീറ്റർ തുരങ്കപാത പദ്ധതിക്ക് ടെൻഡർ ക്ഷണിച്ചു. അദാനി ഗ്രൂപ്പ് അടക്കമുള്ളവരാണ് ഇതിൽ ടെൻഡർ പങ്കെടുക്കുന്നത്. 17,780 കോടി രൂപയാണ് മുതൽ മുടക്കി നടപ്പാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ജനുവരി 1 നടത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ചിലവിനനുസരിച്ച് ടോളും ഉയർത്തുന്നതായിരിക്കുമെന്നും ഇതിനെ എതിർക്കുന്നവർ പറയുന്നു. നിലവിൽ ബംഗളൂരു മെട്രോ തീവണ്ടിയിലെ നിരക്കു തന്നെ താങ്ങാൻ കഴിയാത്തതാണെന്നും ഇതിനൊപ്പം തുരങ്കപാതയിൽ വലിയ തുക ടോൾ നൽകേണ്ടി വരുമ്പോൾ വളരെ കുറച്ചു പേർക്ക് മാത്രമേ പ്രയോജനമുണ്ടാകൂ. അതിനാൽ നഗരത്തിലെ തിരക്ക് കുറയില്ലെന്നും ഇവർ പറയുന്നു. ഹെംബാൾ, മേക്കർ സർക്കിൾ, റേസ് കോഴ്സ് റോഡ്, ലാൽബാഗ്, സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് എന്നിവയിലൂടെയാണ് പാത കടന്നു പോകുന്നത്. ഈ സ്ഥലങ്ങളിലൂടെയാണ് പാതയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ ഉണ്ടാവുക. തുരങ്കപാത ഭൂഗർഭജല സ്രോതസ്സുകളെ ബാധിക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം. തുരങ്കപാത ഭൂഗർഭപാളികളിൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നും ഭൂഗർഭജലത്തെ ബാധിക്കുമെന്നും ഇവർ പറയുന്നു. പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയാണ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം ലാൽബാഗിലെ പരിസ്ഥിതി പ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ തുരങ്കപാത പദ്ധതിക്കെതിരെ സമരം നടത്തി. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് കൊള്ളരുതായ്മകൾക്കുള്ള വാതിൽ തുറന്നു കൊടുക്കാനുള്ള മാർഗമായിരുന്നു എങ്കിൽ ഇനി മുതൽ അനുവദിക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ശബരിമലയിലേക്കുള്ള യാത്രക്കിടെ ഞായറാഴ്ച രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊള്ളരുതാത്ത പ്രവണതകൾ നിരോധിക്കണമെന്നും ഇവിടെ സ്പോൺസർമാരായി വരുന്നവർ ആരാണെന്നും അവരുടെ വരുമാന മാർഗം എന്താണെന്നും അന്വേഷിക്കും. ഇതൊന്നും അറിയാതെ ഭഗവാന് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നാൽ വാങ്ങേണ്ടതില്ല. ഭക്തരുടെ സംഭാവനയും സ്പോൺസർഷിപ്പും സ്വീകരിക്കും. എന്നാൽ അവർ നേരിട്ട് വരണമെന്നും ഇടനിലക്കാർ വേണ്ടെന്നും ജയകുമാർ കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയെന്നും ജീവനക്കാരുടെ മൊഴി. ഈ വാർത്തയിലെ കൂടുതൽ റിപ്പോർട്ടിലേക്ക്. പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ്. പൂജാ ബുക്കിംഗിലും പ്രത്യേക പരിഗണന. ശാസ്ത്രീയ പരിശോധനയ്ക്കായി സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും.
അതേസമയം ശബരിമല കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എഫ്ഐആർ, അനുബന്ധ മൊഴികൾ തുടങ്ങിയ രേഖകളുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിൽ എത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നു എന്ന വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ആവശ്യം. അതിനിടെ ശബരിമലയിൽ അയ്യനെ കൺകുളിർക്കെ കാണാൻ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭക്തരുടെ നീണ്ട നിര. ഇന്നലെ നട തുറന്ന് 2 മണിക്കൂറിൽ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറഞ്ഞു. സന്നിധാനത്ത് നല്ല തിരക്കാണ്. ഇന്ന് വൃശ്ചിക പുലരിൽ പുതിയ മേൽശാന്തിയാണ് നട തുറന്നത്. സന്നിധാനത്തേക്കുള്ള കാനനപാതകൾ ഇന്ന് തുറക്കും. എരുമേലിയിൽ നിന്നും അഴുത, കരിമല വഴിയും വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്നും പുൽമേട് വഴിയുമുള്ള പാതകളാണ് തീർത്ഥാടകർക്കായി ഇന്ന് തുറക്കുക. പുൽമേട് വഴി രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് തീർത്ഥാടകരെ കടത്തി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ ജ്യോതിബാബുവിനെ ജാമ്യം നൽകുന്നതിനെതിരെ കെ രമ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. പ്രതികൾക്ക് അനുപാതരഹിതമായ ഇളവുകളാണ് ലഭിച്ചതെന്നും സംവിധാനങ്ങളുടെ വിശ്വാസ്യത നഷ്ടമാകുന്ന തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായത്. പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അപകടകരവും മനോവീര്യം കെടുത്തുന്നതുമായ സന്ദേശം നൽകും. ജ്യോതിബാബുവിന് ജാമ്യം അനുവദിക്കുന്നതിനെ എതിർത്താണ് രമ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജ്യോതിബാബു ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പിന്നോക്കക്കാർക്ക് പരിഗണനയും പരിരക്ഷയും ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നാമനിർദ്ദേശ പത്രിക നൽകിയതിലും കൂടുതലും പിന്നോക്കക്കാരാണ്. ഭരിക്കാൻ മറ്റുള്ളവരും വോട്ട് ചെയ്യാൻ പിന്നോക്കക്കാരും എന്ന അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകില്ല. സ്വർണ്ണപ്പാളി വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും സ്വർണ്ണപ്പാളിയുടെ പേരിൽ സർക്കാരിന്റെ ഇമേജ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ജനങ്ങൾ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഇനി സ്പോർട്സ്. വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്ന കാലത്ത് ക്ലാസിക് ഇന്ത്യൻ പിച്ചുകളിൽ മടങ്ങിപ്പോകാൻ ടീം മാനേജ്മെന്റിനോട് മുൻ ഇന്ത്യൻ താരം വസീം ജാഫർ. ഈഡൻ ഗാർഡൻസിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ജാഫറിന്റെ നിർദ്ദേശം. 3-ാം ദിനം ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 124 റൺസ് എന്ന വിജയ ലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ വെറും 93 റൺസിന് പുറത്തായിരുന്നു. 2024 ന്യൂസിലൻഡിനെതിരായ സമ്പൂർണ്ണ പരമ്പര തോൽവിയിൽ നിന്നും ടീം പാഠങ്ങൾ പഠിച്ചിട്ടില്ലെന്നും ജാഫർ ചൂണ്ടിക്കാട്ടി. വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ 2016-17 ഹോം സീസൺ ഓർമ്മിപ്പിച്ചാണ് ജാഫറിന്റെ വാക്കുകൾ. മാനേജ്മെന്റ് വീണ്ടും അത്തരത്തിൽ പിച്ചുകൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ കുടിയേറ്റ നയ പരിഷ്കരണം. ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ട്രംപ് മാതൃകയിൽ വിസ നിരോധനം ഏർപ്പെടുത്തും. മുന്നറിയിപ്പുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. UK-യിൽ സർക്കാർ ആനുകൂല്യം കൈപ്പറ്റുന്നത് കൂടുതലും വിദേശികൾ. യൂണിവേഴ്സൽ ക്രെഡിറ്റ് കൈപ്പറ്റുന്നത് 13 ലക്ഷം പേർ. അമേരിക്കൻ ഷട്ട്ഡൗൺ. വിമാന ഗതാഗത നിയന്ത്രണങ്ങൾ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പിൻവലിച്ചു. ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചുള്ള രഹസ്യ ഫയലുകൾ പുറത്തുവിടൽ. വോട്ടെടുപ്പിൽ പിന്തുണ തേടി ട്രംപ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അറസ്റ്റ്. UK-യുടെ പല ഭാഗങ്ങളിലും പ്രതിഷേധമുയരുന്നു. UK-യിലെ സ്കൂളുകളിൽ മൊബൈലുകൾക്ക് നിരോധനം. അമിത്ഷായെ മലയാളം പഠിപ്പിച്ച് ജോൺ ബ്രിട്ടാസ് എംപിക്ക് വ്യക്തമായ മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വസ്വാതന്ത്ര്യം നൽകിയത് പത്മകുമാർ. TP കേസ് പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെതിരെ കെ രമ സുപ്രീം കോടതിയിലേക്ക്. ബുള്ളറ്റിൻ ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.